കിഷ്കിന്ധാകാന്ഡം. ശബരി പറഞ്ഞതനുസരിച്ച് ശ്രീരാമനും ലക്ഷ്മണനും മനോഹരമായ പമ്പാസരസിലേക്കെത്തി. അവിടെ വെള്ളം കുടിച്ച് വിശ്രമിച്ചിട്ട് സീതയെ അന്വേഷിച്ച് ഋഷ്യമൂകാചലത്തിൻ്റെ പാർശ്വങ്ങളിലൂടെ നടന്നു പോകുന്നു. ഋഷ്യമൂകാചല പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും സുഗ്രീവനും ഹനുമാനടക്കം 4 മന്ത്രിമാരും ഇവരെ കാണുന്നു. സുഗ്രീവനും ഹനുമാനുമെല്ലാം വാനരന്മാരാണ്, എന്നുവെച്ചാൽ വനത്തിൽ താമസിക്കുന്ന നരന്മാർ. സുഗ്രീവൻ ഹനുമാനോട് പറയുന്നു, ചിലപ്പോൾ ആ വരുന്ന ജടാവൽക്കലധാരികളെ എന്നെ കൊല്ലാനായി ബാലി അയച്ചതാവും. പക്ഷേ അവർ അതീവ തേജസ്വിയായ താപസരെ പോലെയുണ്ട്. അതിനാൽ നീ ബ്രാഹ്മണ വേഷം ധരിച്ച് അവരുടെ അടുത്ത് പോയി അവരോട് സംസാരിച്ച് മനസ്സറിയണം. അവർ ശത്രുക്കളാണെങ്കിൽ നിന്റെ കൈകൾ കൊണ്ട് ആംഗ്യഭാഷയിലൂടെ എന്നെ അറിയിക്കണം. അവർ മിത്രങ്ങളാണെങ്കിൽ നിന്റെ മുഖത്തെ പുഞ്ചിരി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഹനുമാൻ അവർക്ക് മുന്നിലേക്കെത്തുന്നു. ശ്രീരാമനെ കാൽ തൊട്ട് വന്ദിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, കാമദേവനെ ജയിക്കുന്ന ഭംഗിയുള്ള തേജസ്വിയായ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ തേജസ് കൊണ്ട് ദിക്കുകൾ പോലും പ്രകാശിക്കുന്നു. സൂര്യചന്ദ്രന്മാരാണോ നിങ്ങൾ? 3 ലോകത്തിൻ്റെയും സൃഷ്ടികർത്താക്കളാണോ നിങ്ങൾ? ഈ പ്രപഞ്ച കാരണത്തിനായുള്ള വിശ്വരൂപമാണോ നിങ്ങൾ? അശ്വനി ദേവന്മാരാണോ? മോക്ഷം നൽകുന്ന നരനാരായണന്മാരാണോ? ആരാണ് നിങ്ങൾ? ഇത് കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ഇദ്ദേഹം ശബ്ദശാസ്ത്രത്തിൽ നിപുണനാണ്. സംസാരത്തിൽ ഒരു അപശബ്ദം പോലും വന്നില്ല. എന്നിട്ട് ശ്രീരാമൻ ഹനുമാനോട് പറയുന്നു, ഞങ്ങൾ ദശരഥ രാജാവിൻ്റെ പുത്രന്മാരാണ്. ഞാൻ ശ്രീരാമൻ, ഇതെൻ്റെ അനിയൻ ലക്ഷ്മണൻ. എൻ്റെ പത്നി സീതയെ ഏതോ രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ അവളെ തേടി നടക്കുകയാണ്. ആരാണ് കൊണ്ടുപോയത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഹനുമാൻ പറയുന്നു, ഞാൻ സൂര്യപുത്രനായ സുഗ്രീവൻ്റെ 4 മന്ത്രിമാരിൽ ഒരാളാണ്. പേര് ഹനുമാൻ. ഞാൻ ആഞ്ജനേയപുത്രനാണ്. എൻ്റെ യജമാനൻ സുഗ്രീവനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബാലി രാജ്യത്തു നിന്നും ഓടിച്ചു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും പിടിച്ചു വച്ചിരിക്കുകയാണ്. അത്രയും അധർമ്മിയാണ് ബാലി. അങ്ങയെ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം തീരാൻ പോകുന്നു എന്ന് തോന്നുന്നു. സുഗ്രീവനുമായി അങ്ങ് സഖ്യം ചെയ്യൂ. സീതാദേവിയെ കണ്ടെത്താൻ തീർച്ചയായും ഞങ്ങൾ സഹായിക്കാം. നിങ്ങൾ 2 പേരും എൻ്റെ തോളിലേക്ക് കയറൂ. ഞാൻ നിങ്ങളെ സുഗ്രീവനടുത്ത് എത്തിക്കാം. അപ്പോൾ ശ്രീരാമൻ ശബരി പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. സുഗ്രീവനെ കണ്ടാൽ സീതാന്വേഷണത്തിനുള്ള വഴി തെളിയുമെന്ന്. അവർ 2 പേരും ഹനുമാന്റെ തോളിൽ കയറി ഋഷ്യമൂകാചല പർവ്വതത്തിലെത്തി. ഹനുമാൻ സുഗ്രീവനോട് പറയുന്നു, ഇത് സൂര്യവംശജാതനായ ശ്രീരാമനാണ്. ഇദ്ദേഹം നിന്റെ ആഗ്രഹം നടത്തിത്തരും. ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. അപ്പോഴും സുഗ്രീവൻ്റെ പേടി മാറിയിരുന്നില്ലെങ്കിലും അവിടെയുള്ള ഇലകളൊക്കെ പറിച്ച് ശ്രീരാമന് ഇരിപ്പിടം ഒരുക്കുന്നു. ഇത് കണ്ട ലക്ഷ്മണൻ സുഗ്രീവനുള്ള ഇരിപ്പിടവും ഒരുക്കുന്നു. ശ്രീരാമൻ സുഗ്രീവനോട് തൻ്റെ അവസ്ഥകളൊക്കെ പറയുന്നു. ബാലിയെ പേടിച്ച് ഈ ഭൂമി മുഴുവൻ ഓടിയിട്ടുള്ളതിനാൽ സുഗ്രീവൻ അറിയാത്ത ഒരു സ്ഥലവുമില്ല. സീതാദേവി എവിടെയുണ്ടെങ്കിലും കണ്ടെത്താമെന്ന് സുഗ്രീവൻ ശ്രീരാമന് ഉറപ്പ് കൊടുക്കുന്നു. എന്നിട്ട് സുഗ്രീവൻ പറയുന്നു, ഒരിക്കൽ ഞാനും എൻ്റെ 4 മന്ത്രിമാരും കൂടി ഋഷ്യമൂകാചല പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടു. ആ സ്ത്രീ രാമ രാമ എന്ന് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ട അവർ തൻ്റെ ഉത്തരീയത്തിൽ ഒരു ഭാഗം കീറി അതിൽ അവരുടെ ആഭരണങ്ങൾ പൊതിഞ്ഞ് താഴേക്കിട്ടു. അതൊരുപക്ഷെ സീതാദേവിയാകും. ആ ആഭരണങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ അങ്ങേക്ക് തിരിച്ചറിയാനാവുമല്ലോ. ആഭരണങ്ങൾ കണ്ട ശ്രീരാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീരാമൻ ആ ആഭരണങ്ങൾ കണ്ട് പറയുന്നു, എന്നെപ്പോലെ നിങ്ങളും സീതയെ വിട്ടു പിരിഞ്ഞോ? എന്നിട്ട് അവ മാറോട് ചേർത്ത് പിടിച്ച് കരയുന്നു. ഇത് കണ്ട് ലക്ഷ്മണനും സുഗ്രീവനും എല്ലാവരും ചേർന്ന് ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നു. സീതാദേവി എവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തുമെന്ന് സുഗ്രീവൻ ഉറപ്പു കൊടുക്കുന്നു. എന്നിട്ട് ശ്രീരാമനും സുഗ്രീവനും പരസ്പരം സഹായിക്കാമെന്ന് അഗ്നിക്ക് മുന്നിൽ സഖ്യം ചെയ്യുന്നു. സുഗ്രീവൻ ബാലിയുമായുള്ള ശത്രുതയുടെ കാരണമെന്തെന്ന് ശ്രീരാമനോട് പറയുന്നു. ഒരിക്കൽ മയൻ്റെ പുത്രൻ മായാവി എന്ന ശക്തനായൊരു രാക്ഷസൻ കിഷ്കിന്ധയിൽ വന്ന് ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. വെല്ലുവിളി സ്വീകരിച്ച് ബാലി മായാവിയുമായി യുദ്ധത്തിന് പോയി. തോൽവി ഉറപ്പായ മായാവി ഓടാൻ തുടങ്ങി. ബാലിയും സുഗ്രീവനും പുറകെ ഓടി. മായാവി ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. മായാവിയെ പിന്തുടർന്ന് ഗുഹയിലേക്ക് കയറാൻ നേരം ബാലി സുഗ്രീവനോട് പറഞ്ഞു, ഞാൻ ഗുഹയിൽ കയറി അവനെ കൊന്നിട്ട് വരാം. നീ ഇവിടെ തന്നെ നിൽക്കൂ. യുദ്ധത്തിൽ ഞാനാണ് മരിക്കുന്നതെങ്കിൽ ചോര ഒഴുകി വരും. അവനാണ് മരിക്കുന്നതെങ്കിൽ പാലൊഴുകി വരും. ചോര ഒഴുകി വരുന്നത് കണ്ടാൽ നീ ഈ ഗുഹ അടയ്ക്കണം. അവനെ പുറത്തു വിടരുത് എന്ന് പറഞ്ഞ് ബാലി ഗുഹയിലേക്ക് കയറിപ്പോകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഏകദേശം 1 മാസമായപ്പോൾ ഗുഹയിൽ നിന്നും ചോര ഒഴുകി വന്നു. ഇത് കണ്ട് സുഗ്രീവന് വിഷമമായി.
ജ്യേഷ്ഠൻ മരിച്ചു എന്ന് വിചാരിച്ച് ഗുഹ അടച്ച് സുഗ്രീവൻ കിഷ്കിന്ധയിലേക്ക് പോയി. ബാലി വരില്ല എന്നതുകൊണ്ട് സുഗ്രീവൻ രാജ്യഭരണം ഏറ്റെടുത്തു. എന്നാൽ യഥാർത്ഥത്തിൽ മായാവിയാണ് മരിച്ചത്. മായാവി തൻ്റെ മായാശക്തിയാൽ പാൽ ചോരയാക്കി മാറ്റിയിരുന്നു. ഇതറിയാതെയാണ് സുഗ്രീവൻ ഗുഹ അടച്ചത്. ബാലി ഒരുവിധം ഗുഹയിൽ നിന്നും പുറത്തെത്തി കിഷ്കിന്ധയിലെത്തിയപ്പോൾ സുഗ്രീവൻ രാജാവായിരിക്കുന്നു. തന്നെ കൊന്നിട്ട് രാജാവാകാൻ ശ്രമിക്കുകയായിരുന്നു സുഗ്രീവനെന്ന് ബാലി തെറ്റിദ്ധരിക്കുന്നു. ജ്യേഷ്ഠനെ കണ്ടപ്പോൾ സുഗ്രീവന് സന്തോഷമായി. എന്നാൽ ബാലി അതിയായ ദേഷ്യത്തിലായിരുന്നു. സുഗ്രീവനെ കൊല്ലാനായി ബാലി ഓടിച്ചിരുന്നു. ബാലിയെ പേടിച്ച് സുഗ്രീവൻ ലോകം മുഴുവൻ ഓടി. ഋഷ്യമൂകാചലത്തിൽ ബാലിക്ക് പ്രവേശിക്കാനാവില്ലെന്ന് ഓർമ്മ വരുന്ന സുഗ്രീവൻ അവിടെ അഭയം പ്രാപിക്കുന്നു. സുഗ്രീവൻ്റെ കൂടെയുണ്ടായിരുന്ന ഹനുമാൻ അടക്കമുള്ള മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം വന്നു. ബാലി എൻ്റെ ഭാര്യയെയും ബലമായി പിടിച്ച് ഭാര്യയാക്കി വച്ചിരിക്കുകയാണ്. ബാലി ഒരു അധർമ്മിയാണെന്ന് സുഗ്രീവൻ ശ്രീരാമനോട് പറയുന്നു. ബാലിയെ വധിച്ച് നിന്റെ രാജ്യവും ഭാര്യയെയും ഞാൻ വീണ്ടെടുത്ത് തരുമെന്ന് ശ്രീരാമൻ സുഗ്രീവന് ഉറപ്പു കൊടുക്കുന്നു. ബാലി ഇന്ദ്രപുത്രനാണ്, അതിശക്തനാണ്. എന്നാൽ ശ്രീരാമൻ്റെ ശക്തിയിൽ സുഗ്രീവന് സംശയമുണ്ട്. സുഗ്രീവൻ ശ്രീരാമനോട് പറയുന്നു, ഈ കാണുന്ന പർവ്വതം പോലെ ഇരിക്കുന്ന വലിയ വസ്തു ദുന്ദുബി എന്ന രാക്ഷസൻ്റെ തലയാണ്. ഇത് ബാലി പിഴുതെടുത്തെറിഞ്ഞതാണ്. ഇത് ആരെക്കൊണ്ടും ഒന്ന് ഇളക്കാൻ പോലും സാധിക്കില്ല. ഇത് കേട്ട ശ്രീരാമൻ അത് തൻ്റെ കാൽവിരൽ കൊണ്ട് ദൂരേക്ക് തട്ടിയിടുന്നു. ഇത് കണ്ട സുഗ്രീവൻ തൻ്റെ മിത്രം വളരെ ശക്തനാണെന്ന് തിരിച്ചറിയുന്നു. സുഗ്രീവൻ പറയുന്നു, ഇവിടെ 7 കരിമ്പനകളുണ്ട്. അത് വൃത്താകൃതിയിൽ നിൽക്കുന്നു. ഇവിടെ വന്നാണ് ബാലി തൻ്റെ ശക്തി പരീക്ഷിക്കുന്നത്. ബാലി വന്ന് അതിലൊന്ന് കുലുക്കുമ്പോൾ 7 കരിമ്പനകളിൽ നിന്നും ഇലകൾ പൊഴിയും. ആ 7 കരിമ്പനകളും ഒറ്റ അസ്ത്രം കൊണ്ട് മുറിച്ചിടാനാവുന്നവന് ബാലിയെ ജയിക്കാനാവും. ഇത് കേട്ട ശ്രീരാമൻ തൻ്റെ അസ്ത്രമെടുത്ത് എയ്തു. ഈ അസ്ത്രം ആ 7 കരിമ്പനകളെയും വെട്ടിയിട്ട് തിരികെ ആവനാഴിയിൽ വന്നിരുന്നു. ഇത് കണ്ടപ്പോൾ സുഗ്രീവൻ്റെ സംശയമെല്ലാം മാറുന്നു. തൻ്റെ അടുത്ത് നിൽക്കുന്നത് സാധാരണക്കാരനല്ലെന്ന് സുഗ്രീവൻ മനസ്സിലാക്കുന്നു. സുഗ്രീവൻ ശ്രീരാമൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. പണ്ട് ഞാൻ ചെയ്ത ഏതോ പുണ്യം കാരണമാണ് എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചത്. അങ്ങ് പരമാത്മാവ് തന്നെയാണ്. എനിക്ക് മോക്ഷപ്രസാദത്തിനായാണ് അങ്ങിവിടെ എത്തിയത്. മണ്ണെടുക്കാനായി കുഴിച്ചവന് നിധി കിട്ടിയതുപോലെയാണ് എനിക്ക് അങ്ങയുടെ ദർശനം. ധർമ്മം, ദാനം, വ്രതം, തീർത്ഥസ്നാനം, പരോപകാരം, യാഗം, തപസ് ഇതുമാത്രം പോരാ. ഭക്തി ഉണ്ടെങ്കിലേ പരമപദം പ്രാപിക്കൂ. എൻ്റെ പൂർവജന്മ സുഹൃതം കൊണ്ട് പരമാത്മാവ് തന്നെ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ആ പാദപത്മത്തിൽ എൻ്റെ മനസ്സുറപ്പിക്കുക മാത്രമേ ഇനി വേണ്ടൂ. അതിനായി രാമനാമം ജപിക്കണം. രാമനാമം മുക്തിപ്രദമാണ്. രാമനാമം ജപിച്ചാൽ ദുരിതമകലും. എനിക്ക് ഇനി ശത്രുവിനെ ജയിക്കണ്ട, ഭാര്യാസുഖവും വേണ്ട. എനിക്ക് അങ്ങയോടുള്ള ഭക്തി മാത്രം മതി. ഇത് കേട്ട് ശ്രീരാമൻ സുഗ്രീവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോടണയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ മംഗളസ്വരൂപനാണ്, അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ നടക്കും. സുഗ്രീവൻ തന്നോടുള്ള ഭക്തിയിൽ മറ്റെല്ലാം മറന്ന് ആത്മീയതയിൽ ലയിച്ചു എന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ സുഗ്രീവനെ ആ അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല. ശ്രീരാമൻ സുഗ്രീവനോട് പറയുന്നു, നീ ഇപ്പോൾ തന്നെ പോയി ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ. സുഗ്രീവനും മന്ത്രിമാരും ശ്രീരാമനും ലക്ഷ്മണനും കൂടി കിഷ്കിന്ധയിലേക്ക് എത്തുന്നു. സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ക്രുദ്ധനായ ബാലി സുഗ്രീവനുമായി യുദ്ധത്തിന് വന്നു. അവർ തമ്മിൽ തീവ്രമായ പോരാട്ടം നടന്നു. ശ്രീരാമനും ലക്ഷ്മണനും ഒരു മരത്തിനു പിന്നിൽ ഒളിച്ചിരുന്ന് അസ്ത്രമെയ്യാൻ നോക്കുന്നു. എന്നാൽ 2 പേരും ഒരുപോലെ ഇരിക്കുന്നതിനാൽ അവരിൽ ആരാണ് സുഗ്രീവൻ ആരാണ് ബാലി എന്ന് ശ്രീരാമന് മനസ്സിലാവുന്നില്ല. ബാലിയുടെ അടിയേറ്റ് നിലത്തു വീണ സുഗ്രീവൻ അവിടെ നിന്ന് എഴുന്നേറ്റോടി. ശ്രീരാമൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ ബാലിയുടെ ആളാണോ, എന്നെ കൊല്ലാനാണോ ഇവിടെ വന്നത്? ഇത് കേട്ട് ശ്രീരാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പറയുന്നു, 2 പേരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് നിന്നെ മനസ്സിലായില്ല, അതുകൊണ്ടാണ് അസ്ത്രം എയ്യാതിരുന്നത്. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, സുഗ്രീവനെ തിരിച്ചറിയുന്നതിനായി അദ്ദേഹത്തിനൊരു പൂമാല ഇട്ടുകൊടുക്കുന്നതിനായി. പൂമാല ധരിച്ച് വീണ്ടും ബാലിയുമായി യുദ്ധത്തിന് പോകാമെന്ന് സുഗ്രീവൻ സമ്മതിക്കുന്നു. സുഗ്രീവൻ ബാലിയെ വീണ്ടും യുദ്ധത്തിന് വിളിക്കുന്നു. ഇപ്പോൾ ഇവിടുന്ന് തോറ്റോടിയ സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിന് വരുന്നത് കണ്ട ബാലിക്ക് സംശയമുണ്ടായെങ്കിലും ബാലി യുദ്ധത്തിന് ഇറങ്ങാൻ പോകുന്നു. ഇത് കണ്ട ബാലിയുടെ ഭാര്യ താര പറയുന്നു, അങ്ങ് ആലോചിക്കുക, ഇപ്പോൾ ഇവിടുന്ന് തോറ്റോടിപ്പോയവൻ വീണ്ടും തിരിച്ചു വന്നെങ്കിൽ തീർച്ചയായും അവൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. ബാലി ചോദിക്കുന്നു, അതിന് ഞാനെന്തിനാ പേടിക്കുന്നത്? എന്നെ വന്ന് യുദ്ധത്തിന് വിളിച്ചാൽ ഞാനിവിടെ പേടിച്ചിരിക്കണമോ? നീ പേടിക്കണ്ട, ധൈര്യമായിരിക്കൂ എന്ന് ബാലി താരയോട് പറയുന്നു. താര പറയുന്നു, അങ്ങ് ശക്തനാണ്,
എന്നാൽ അങ്ങ് എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല. എന്നോട് നമ്മുടെ മകൻ അംഗദൻ പറഞ്ഞു. ദശരഥപുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും കാട്ടിൽ തപസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരോടൊപ്പം വന്ന സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ശ്രീരാമനും സുഗ്രീവനും തമ്മിൽ ഒരു സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ് എന്ന് കേൾക്കുന്നു. ആ ബലത്തിലാവണം സുഗ്രീവൻ പോരിന് വന്നത്. അങ്ങ് ശ്രീരാമനെ ചെന്ന് കണ്ട് ശരണം പ്രാപിക്കണം, അല്ലെങ്കിൽ അപകടമാകും. ഇത് കേട്ട് ബാലി പറയുന്നു, നിന്റെ ഈ പേടി സ്ത്രീകളുടെ സഹജമായ സ്വഭാവമാണ്. രാമലക്ഷ്മണന്മാർക്ക് എന്നോട് യാതൊരു വിദ്വേഷവുമില്ല. പിന്നെ എന്തിനവർ എന്നെ വകവരുത്തണം? ഞാൻ കേട്ടിട്ടുണ്ട്, രാവണനടക്കമുള്ള രാക്ഷസരെ വകവരുത്താനാണ് രാമൻ അവതരിച്ചിരിക്കുന്നത്. ആ രാമന് ഞാനും സുഗ്രീവനും തമ്മിൽ പക്ഷഭേദം ഉണ്ടാകേണ്ട കാര്യമില്ല. രാമനെ കണ്ടാൽ ഞാൻ ആ പാതാരവിന്ദം പ്രാപിക്കും. അതിനെനിക്ക് യാതൊരു വിഷമവുമില്ല. സുഗ്രീവന് എന്നേക്കാൾ എന്ത് യോഗ്യതയാണുള്ളത്? ശ്രീരാമന് സുഗ്രീവനെ കൊണ്ട് എന്താണ് സാധിക്കുക? നീ ഒരു കാരണവശാലും വിഷമിക്കണ്ട. എനിക്ക് പേടിച്ചിവിടെ ഇരിക്കാൻ സാധിക്കില്ല. ഞാൻ വെല്ലുവിളി സ്വീകരിച്ചു പോകുന്നു. ബാലിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പൂമാല കൊടുത്തിരുന്നു. ബാലി അതും ധരിച്ചുകൊണ്ടാണ് പോരിന് പോകുന്നത്. ഇപ്പോൾ രണ്ടുപേരും പൂമാല ധരിച്ചു വന്നപ്പോൾ ശ്രീരാമന് വീണ്ടും സംശയമായി. ബാലിയും സുഗ്രീവനും തമ്മിൽ ഘോര യുദ്ധം തന്നെ നടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് സുഗ്രീവൻ തളരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ശ്രീരാമന് മനസ്സിലായി സുഗ്രീവനാണ് തളരാൻ തുടങ്ങുന്നതെന്ന്. ശ്രീരാമൻ മഹേന്ദ്ര ശരമെടുത്ത് ബാലിക്ക് നേരെ എയ്യുന്നു. ബാലി അമ്പേറ്റ് താഴെ വീഴുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ശ്രീരാമൻ മുന്നിൽ നിൽക്കുന്നത് കണ്ട ബാലിക്ക് ദേഷ്യവും സങ്കടവും വന്നു. ബാലി ശ്രീരാമനോട് ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണങ്ങ് എൻ്റെ നേർക്ക് അസ്ത്രമെയ്തത്? അങ്ങിപ്പോൾ കാണിച്ചത് രാജധർമ്മമാണോ? അത് ഒളിയമ്പായിരുന്നില്ലേ? അങ്ങേക്ക് എന്നോട് യുദ്ധം ചെയ്യണമെങ്കിൽ നേർക്കുനേർ വരാമായിരുന്നില്ലേ? സുഗ്രീവൻ എന്താണ് പ്രത്യേകമായി ചെയ്തത്? ഞാൻ എന്താണ് ചെയ്യാതിരുന്നത്? സീതാന്വേഷണത്തിനായാണ് അങ്ങിത് ചെയ്തതെങ്കിൽ സുഗ്രീവനേക്കാൾ അതിന് യോഗ്യൻ ഞാനല്ലേ? ശ്രീരാമൻ ചുരുങ്ങിയ വാക്കുകളിൽ ബാലിക്ക് മറുപടി കൊടുക്കുന്നു. ധർമ്മ സംരക്ഷണാർത്ഥമാണ് ഞാനിവിടെ അവതരിച്ചത്. നീ അധർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ അതിരുവിട്ട പ്രവൃത്തികൾ കൊണ്ടാണ് ഞാനിത് ചെയ്തത്. മരണശയ്യയിലായിരുന്ന ബാലിക്ക് ശ്രീരാമൻ പറഞ്ഞത് മനസ്സിലായി. ബാലി പറയുന്നു, എനിക്കെൻ്റെ തെറ്റുകൾ മനസ്സിലായി. എങ്കിലും എൻ്റെ മരണസമയത്ത് ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. ഞാനിതാ അങ്ങയുടെ ലോകത്തേക്ക് വരികയാണ്. അവസാനമായി എൻ്റെ ഒരു അപേക്ഷ ഇതാണ്. അങ്ങേക്ക് എൻ്റെ മകൻ അംഗദൻ്റെ നേർക്ക് സ്നേഹമുണ്ടാവണം. അങ്ങ് അംഗദനെയും സുഗ്രീവനെയും ഒരുപോലെ കാണണം. എനിക്ക് അങ്ങയുടെ മടിയിൽ കിടന്ന് അങ്ങയുടെ തലോടലേറ്റ് മരിക്കണം. ഇത് കേട്ട് ശ്രീരാമൻ ബാലിയുടെ തലയെടുത്ത് മടിയിൽ വെച്ച് തലോടുന്നു. അദ്ദേഹം ബാലിയുടെ ശരീരത്തിൽ തറഞ്ഞു കയറിയ ശരം വലിച്ചൂരി. അതോടെ ബാലി മരണമടയുന്നു. ബാലിക്ക് ശരമേറ്റപ്പോൾ തന്നെ വാനരന്മാർ കൊട്ടാരത്തിലേക്ക് ഓടിയിരുന്നു. അവർ താരയോട് പറയുന്നു, ശ്രീരാമൻ്റെ ശരമേറ്റ് ബാലി മരിച്ചു. എത്രയും വേഗം അംഗദനെ രാജാവാക്കുക. വേഗം കോട്ടവാതിലടയ്ക്കുക, അല്ലെങ്കിൽ ശത്രുക്കൾ അകത്ത് കയറും. ഇത് കേട്ട് അതീവ ദുഃഖിതയായ താര പറയുന്നു, എനിക്കെന്തിനാണിതൊക്കെ? അവൾ ബാലിയുടെ അടുത്തേക്ക് ഓടുന്നു. മരിച്ചു കിടക്കുന്ന ബാലിയുടെ കാൽക്കൽ താരയും അംഗദനും ഇരിക്കുന്നു. താര ശ്രീരാമനോട് പറയുന്നു, അങ്ങ് എന്നെയും കൊന്നേക്കൂ. എന്നെ കൊന്നാൽ അങ്ങേക്ക് കന്യാദാനം ചെയ്തതിൻ്റെ ഫലം കിട്ടും. അങ്ങും ഭാര്യാവിയോഗത്താലുള്ള ദുഃഖം അനുഭവിക്കുന്ന ആളല്ലേ. അങ്ങേക്ക് എൻ്റെ ദുഃഖം മനസ്സിലാവും. താര സുഗ്രീവനോട് പറയുന്നു, നീയും ഭാര്യാവിയോഗം അനുഭവിക്കുന്നവനല്ലേ. നിന്റെ ഭാര്യയോടൊപ്പം പോയി ജീവിക്കൂ. ശ്രീരാമൻ താരയോട് പറയുന്നു, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിന്റെ ഭർത്താവ് ശരീരമോ ജീവനോ അല്ല. ശരീരമെന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമാണ്. അത് ജഡാവസ്ഥയിലുള്ളതാണ്. അത് വിറകുകൊള്ളിയെപ്പോലെയാണ്. ജീവാത്മാവിന് മരണമില്ല, ദുഃഖമില്ല, സുഖമില്ല, ചൂടും തണുപ്പുമില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല. ജീവാത്മാവിന് നാശമില്ല. അത് കേട്ട് താര ചോദിക്കുന്നു, ശരീരം വിറകുകൊള്ളി പോലെയാണ്, ആത്മാവ് നിത്യനാണ്. അപ്പോൾ ഈ സുഖദുഃഖ ബന്ധമുണ്ടാകുന്നത് ആർക്കാണ്? ശ്രീരാമൻ പറയുന്നു, അത് അത്യന്തം രഹസ്യമാണ്. നിന്നോട് ഞാൻ പറയാം. ദേഹം, ഇന്ദ്രിയം, ഞാനെന്ന ഭാവം എന്നീ ചിന്തകൾ എത്ര കാലം നമ്മളുണ്ടാകുന്നുവോ അത് നിമിത്തം ശരീരവുമായി ഒട്ടി നിൽക്കുന്ന ആത്മാവിന് സംസാരബന്ധമുണ്ടാകുന്നു. മനുഷ്യൻ നാനാതരം ഇന്ദ്രിയ വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന് സംസാരബന്ധമുണ്ടാകുന്നു. മനോഗുണങ്ങളായ ദേഷ്യം, കാമം എല്ലാം ആത്മാവിന് സംസാരബന്ധമുണ്ടാക്കുന്നു. സ്ഫടികത്തിന് നിറമില്ല. എന്നാൽ ആ സ്ഫടികം രക്തവർണ്ണമുള്ളിടത്ത് വെച്ചാൽ സ്ഫടികത്തിന് രക്തവർണ്ണമുള്ളതായി തോന്നും. അതേപോലെ ആത്മാവ്, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയം ഒക്കെയായി ഒട്ടി നിൽക്കുന്നതിനാൽ ആത്മാവിനും ഇതൊക്കെയായി ബന്ധമുള്ളതായി തോന്നും.
ജീവാത്മാവിന് സംസാരബന്ധമുള്ളിടത്തോളം കാലം പുനർജന്മം ഉണ്ടായിക്കൊണ്ടിരിക്കും. സജ്ജന സമ്പർക്കം കൊണ്ടും പുണ്യം കൊണ്ടും ജീവാത്മാവ് എൻ്റെ നേരെ തിരിയും. എന്നോടുള്ള ഭക്തിയാൽ എൻ്റെ കഥാശ്രവണത്തിൽ താൽപ്പര്യം വരും. ആ സമയത്ത് ജീവാത്മാവ് പരമാത്മാവ് ബന്ധം മനസ്സിലാവും. അപ്പോൾ തത്വമസി, അഹം ബ്രഹ്മാസ്മി പോലുള്ളവയുടെ അർത്ഥവും മനസ്സിലാവും. കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് എന്നോട് ഭക്തി ഉണ്ടായിരുന്നു. അതിനാലാണ് ഈ ജന്മം നിനക്കെന്നെ കാണാനായത്. ഇത് കേട്ട താരയ്ക്ക് ദുഃഖമില്ലാതായി. ശ്രീരാമൻ സുഗ്രീവനോട് പറയുന്നു, ബാലിക്ക് വേണ്ട സംസ്കാര ചടങ്ങുകളെല്ലാം അംഗദനെ മുൻനിർത്തി ചെയ്യണം. ബാലിയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം വേണ്ടവിധം ചെയ്ത ശേഷം സുഗ്രീവൻ ശ്രീരാമനടുത്തു വന്ന് പറയുന്നു, അങ്ങീ രാജ്യം ഏറ്റെടുക്കണം. ഞാൻ ലക്ഷ്മണനെ പോലെ അങ്ങയെ സേവിച്ച് ഇവിടെ കഴിഞ്ഞോളാം. ഇത് കേട്ട് ശ്രീരാമൻ പറയുന്നു, നീ തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് നീ. അതിനാൽ നീ തന്നെ രാജ്യം ഏറ്റെടുക്കണം. ഞാൻ 14 വർഷത്തെ വനവാസത്തിലാണ്. അതിനാൽ ഇപ്പോൾ ഞാൻ ഒരു നഗരത്തിലേക്കും പ്രവേശിക്കില്ല. നിന്റെ പട്ടാഭിഷേകം ലക്ഷ്മണൻ്റെ നേതൃത്വത്തിൽ നടക്കും. അംഗദനെ നീ ബാലിയെപ്പോലെ കാണണം. ഇനി ഞാൻ 4 മാസത്തെ ചതുർമാസ വ്രതത്തിലായിരിക്കും. മഴക്കാലം കഴിഞ്ഞ് സീതാന്വേഷണം തുടരും. സുഗ്രീവൻ്റെ അഭിഷേകം കഴിഞ്ഞ് രാമനും ലക്ഷ്മണനും ഒരു പർവ്വതത്തിന് മുകളിലുള്ള ഗുഹയിൽ താമസമാക്കി. ഈ സമയം ലക്ഷ്മണൻ 4 ആശ്രമങ്ങളിൽപ്പെട്ടവർക്ക് മോക്ഷപ്രദമായ ക്രിയാമാർഗം ഉപദേശിച്ചു കൊടുക്കുന്നതിനാവശ്യപ്പെടുന്നു. 4 ആശ്രമം എന്നാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ എന്നിവരൊക്കെ നാരായണ പൂജ ചെയ്ത് പുരുഷാർത്ഥങ്ങൾ നേടിയവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്കും ഉപദേശിച്ചു തരണം. ശ്രീരാമൻ പറയുന്നു, ഭഗവാനെ ജപിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ജീവനകലയാക്കി മാറ്റുന്നതാണ് മോക്ഷമാർഗം. ഭഗവാനെന്ന് സങ്കല്പിച്ച് അഗ്നിയെയോ സൂര്യനെയോ ജലത്തെയോ വിഗ്രഹത്തെയോ വൃത്തിയാക്കിയ തറയെപ്പോലും പ്രാർത്ഥിക്കാം. അവ ഞാനാണെന്ന് സങ്കല്പിച്ച് ഭക്തിസാന്ദ്രമായ മനസ്സോടും വൃത്തിയുള്ള ശരീരത്തോടും കൂടി എന്നെ പ്രാർത്ഥിച്ച് ജലമർപ്പിച്ചാൽ പോലും ഞാൻ സന്തുഷ്ടനാണ്. അപ്പോൾ പായസമോ പൂക്കളോ അർപ്പിച്ചാലുള്ള കാര്യം പറയണോ? ഭക്തിയോടെ ഭഗവാനെ ജപിച്ച് ധ്യാനിച്ച് ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുവാനാകും. അതുവഴി ഭഗവാനും ഞാനും ഒന്നാണെന്ന തിരിച്ചറിവിലേക്കെത്താനാവും. ശ്രീരാമൻ സീതാവിരഹത്താലുള്ള ദുഃഖത്തിലാണ്. അദ്ദേഹം ലക്ഷ്മണനോട് സീതാദേവിയെക്കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം കിഷ്കിന്ധയിൽ സുഗ്രീവൻ്റെ മന്ത്രിമുഖ്യനായ ഹനുമാൻ സ്വാമി വിനയത്തോടെ സുഗ്രീവനോട് പറയുന്നു, ഞാൻ അങ്ങേക്ക് ഹിതമായ കാര്യമാണ് പറയാൻ പോകുന്നത്. അല്ലയോ വാനരശ്രേഷ്ഠ, അങ്ങ് ശ്രീരാമദേവന് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതേക്കുറിച്ച് അങ്ങ് ഓർക്കുന്നുവോ? ശ്രീരാമദേവൻ അങ്ങേക്ക് തന്ന വാക്ക് പാലിച്ചു കഴിഞ്ഞു. അങ്ങ് ചെയ്യേണ്ടതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ വർഷകാലം കഴിഞ്ഞ് ശരത്കാലം തുടങ്ങിയിരിക്കുന്നു. വർഷകാലം കഴിഞ്ഞാലുടൻ സീതാന്വേഷണത്തിന് പോകുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. അങ്ങ് സ്ത്രീ ആസക്തിയിലും മദ്യാസക്തിയിലും മുഴുകി കാലം പോകുന്നതറിയുന്നില്ല. ഇങ്ങനെ പോയാൽ അങ്ങേക്ക് ബാലിയുടെ ഗതി വരും. ഇത് കേട്ടപ്പോൾ സുഗ്രീവന് ഭയം തോന്നി. സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞു, നല്ല കാര്യമാണ് നീ പറഞ്ഞത്. നിന്നെപ്പോലുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിനൊരാപത്തും വരില്ല. ഉടൻ തന്നെ 10 ദിക്കിലേക്കും 7 ദ്വീപുകളിലേക്കും ദൂതന്മാരെ അയക്കുക. എല്ലാ വാനരരെയും ഉടൻ തന്നെ വരുത്തുക. 15 ദിവസത്തിനുള്ളിൽ നാനാഭാഗത്തുള്ള വാനര ശ്രേഷ്ഠരോട് ഇവിടെ എത്താൻ പറയും. എത്താത്തവർക്ക് വധശിക്ഷയാണ്. ഹനുമാൻ വാനരരെ വിളിപ്പിച്ചു. അവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചു. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഒരു ഉദ്യമമുണ്ട്. എല്ലാ ദിക്കിലുമുള്ള വാനരരോട് പെട്ടെന്ന് ഇവിടെ എത്താൻ പറയണം. ഇതേ സമയം ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, എൻ്റെ പാപത്തിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. സീതാദേവി എവിടെയാവും? അവൾ ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ? എനിക്കെന്നാണ് സീതയെ കാണാനാവുക? എൻ്റെ സീതയെ പിടിച്ചു കൊണ്ടുപോയവനെ ഞാൻ കൊല്ലും. അവൻ്റെ വംശം തന്നെ മുടിക്കും. സീതയെക്കുറിച്ച് എന്തെങ്കിലും വിവരം തരുന്നവർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും. ശ്രീരാമൻ രാത്രിയിൽ ആകാശത്തെ ചന്ദ്രനെ നോക്കി പറയുന്നു, ചന്ദ്രരശ്മികൾ പോലും എനിക്ക് ചൂടായാണ് അനുഭവപ്പെടുന്നത്. എന്നിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് ദേഷ്യത്തോടെ പറയുന്നു, ആ സുഗ്രീവൻ ഒരു ദയയുമില്ലാത്തവനാണ്. അവന് രാജ്യം കിട്ടി. അവനവിടെ സുന്ദരിമാരോടൊപ്പം മദ്യാസക്തിയിൽ കഴിയുകയാണ്. അവനെയും ഞാൻ വകവരുത്തും. ഇത് കേട്ട് ലക്ഷ്മണനും കോപം വരുന്നു. ഞാൻ തന്നെ അവനെ കൊല്ലാമെന്ന് പറഞ്ഞ് ലക്ഷ്മണൻ അമ്പും വില്ലുമെടുത്ത് കിഷ്കിന്ധയിലേക്ക് പോകുന്നു. ശ്രീരാമൻ വിളിച്ചു പറയുന്നു, നീ അവനെ കൊല്ലുകയൊന്നും വേണ്ട. ഒന്ന് പേടിപ്പിച്ചാൽ മതി. അവൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ലക്ഷ്മണൻ പോയി കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ വീണ്ടും ദുഃഖത്തിലായി. ഈ ഭാഗത്ത് എഴുത്തച്ഛൻ പറയുന്നു,
ഈ സംസാര സാഗരത്തിൽ മുഴുകിയ സാധാരണ ജനങ്ങൾക്ക് മോക്ഷം കൊടുക്കാനായി ഭഗവാൻ അവതരിച്ചു. മനുഷ്യരിൽ ഒരാളായി അവരുടെ വികാരങ്ങളൊക്കെ അനുഭവിച്ച് ഇനി എങ്ങനെ മോക്ഷത്തിലേക്ക് എത്താമെന്ന് കാണിച്ചു തരാനാണ് ഭഗവാന്റെ ജന്മം. കിഷ്കിന്ധയിലേക്കെത്തിയ ലക്ഷ്മണന്റെ ക്രോധഭാവം കണ്ടപ്പോൾ തന്നെ വാനരന്മാർ പേടിച്ചോടാൻ തുടങ്ങി. ലക്ഷ്മണൻ തൻ്റെ ഞാണൊലി മുഴക്കി. ഇത് കേട്ടുവന്ന അംഗദൻ ലക്ഷ്മണന്റെ പാദനമസ്കാരം ചെയ്യുന്നു. അംഗദനെ കണ്ടപ്പോൾ ലക്ഷ്മണന് വാത്സല്യം തോന്നി. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്യുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് സുഖമാണോ കുട്ടി? നിന്റെ ഇളയച്ചൻ എവിടെ? അവനോട് പറയൂ, നിന്റെ അച്ഛൻ്റെ അതേ ഗതി തന്നെയാവും അവനും വരിക എന്ന്. ഇത് കേട്ട അംഗദൻ കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയി സുഗ്രീവനോട് പറയുന്നു. ലക്ഷ്മണദേവൻ കോപിഷ്ഠനായി പുറത്തു വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് പോയി അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കൂ. ഇത് കേട്ട് പേടിച്ച സുഗ്രീവൻ ഹനുമാനോട് പറയുന്നു, നീ അംഗദനെയും കൂട്ടി ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കോപമടക്കൂ. ഞാൻ എന്നിട്ട് വന്നോളാം. ഹനുമാൻ അംഗദനെയും കൂട്ടി ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോകുന്നു. സുഗ്രീവൻ താരയോടും ലക്ഷ്മണനടുത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ലക്ഷ്മണനടുത്തെത്തിയ ഹനുമാൻ സ്വാമി പറയുന്നു, അങ്ങ് എന്താണ് ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ. ഏത് സമയത്തും അങ്ങേക്ക് ഇവിടേക്ക് സ്വാഗതം. ലക്ഷ്മണൻ പറയുന്നു, സുഗ്രീവൻ വാക്കുകളെല്ലാം മറന്നിരിക്കുന്നു. ഞാൻ അവനെ അതോർമ്മിപ്പിക്കാനാണ് വന്നത്. ലക്ഷ്മണൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ താര നിൽക്കുന്നു. താര ഭംഗിവാക്കുകൾ കൊണ്ട് ലക്ഷ്മണനെ സ്വീകരിക്കുന്നു. മഹാനുഭാവ, ഇങ്ങോട്ട് കയറി വരൂ. സുഗ്രീവൻ അങ്ങയെ സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നാനാഭാഗത്തു നിന്നും വാനര ശ്രേഷ്ഠർ ഇവിടെ എത്തിയിരിക്കുന്നു. സീതാന്വേഷണത്തിലുള്ള ഒരുക്കത്തിലാണവർ. അങ്ങ് സുഗ്രീവനടുത്തേക്ക് വരൂ. ലക്ഷ്മണൻ കയറി വരുമ്പോൾ സുഗ്രീവൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. ലക്ഷ്മണൻ കോപത്തോടെ പറയുന്നു, ശ്രീരാമദേവനോട് നീ പറഞ്ഞതൊക്കെ മറന്നോ? വർഷകാലം പോയി, ശരത്കാലം വന്നത് നീ അറിഞ്ഞില്ലേ? നീ ഇവിടെ സുഖിച്ചു കഴിയുകയാണോ? ബാലിയെ കൊന്ന ശരം ഇപ്പോഴും ശ്രീരാമൻ്റെ ആവനാഴിയിലുണ്ട്. അത് വീണ്ടും എടുക്കണോ? ഇത് കേട്ട ഹനുമാൻ ലക്ഷ്മണനോട് പറയുന്നു, എന്തിനാണ് അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സുഗ്രീവൻ നിന്റെ സഹോദരൻ തന്നെയാണ്. സീതാന്വേഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണൻ മടങ്ങിപ്പോകുമ്പോൾ സുഗ്രീവനും വാനരന്മാരും അദ്ദേഹത്തോടൊപ്പം ശ്രീരാമനെ കാണാൻ പോകുന്ന വഴിയിൽ സുഗ്രീവൻ ലക്ഷ്മണനോട് പറയുന്നു, ശ്രീരാമദേവൻ നിമിഷ നേരം കൊണ്ട് 3 ലോകവും നശിപ്പിക്കുവാനും വേണ്ടും ശക്തനാണെന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സഹായമൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. എങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ചെയ്യും. ശ്രീരാമനെ കണ്ടപ്പോൾ സുഗ്രീവൻ അദ്ദേഹത്തെ ഗാഢമായി ആശ്ലേഷിക്കുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങ് കണ്ടോ, സീതാന്വേഷണത്തിനായി പല ദിക്കുകളിൽ നിന്നുള്ള വാനരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ ദേവാംശമുള്ളവരാണ്, യുദ്ധസമർത്ഥരാണ്. 10 ആനയുടെ ബലമുള്ള വാനരന്മാരുണ്ട്. അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അങ്ങയുടെ ഏതാജ്ഞയും ശിരസ വഹിക്കാൻ അവർ സന്നദ്ധരാണ്. ജാംബവാനെ കണ്ടോ, അവൻ ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. ഹനുമാൻ വായുപുത്രനാണ്. അംഗദൻ ബാലിയുടെ പുത്രനാണ്. എല്ലാവരും പ്രബലരാണ്. ഇത് കേട്ട് ശ്രീരാമൻ പറയുന്നു, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്യൂ. സുഗ്രീവൻ നാനാ ദിക്കുകളിലേക്കും വാനരന്മാരെ അയക്കുന്നു. ഏറ്റവും പ്രബലരായവരെ തെക്കു ദിക്കിലേക്ക് അയക്കുന്നു. സുഗ്രീവൻ ഹനുമാനെ പ്രത്യേകമായി വിളിച്ച് എല്ലാ സ്ഥലങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ സീതാദേവി എവിടെയുണ്ടെന്ന് കണ്ടെത്തി വരണം എന്ന ആജ്ഞയോടെയാണ് വിടുന്നത്. ഹനുമാൻ ശ്രീരാമൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ തൊഴുതു നിൽക്കുന്നു. ശ്രീരാമൻ ഹനുമാനെ അടുത്ത് വിളിച്ച് തൻ്റെ കയ്യിലെ മോതിരമൂരി ഹനുമാന് കൊടുത്തിട്ട് സീതയെ കാണുമ്പോൾ ഇത് കൊടുക്കണമെന്ന് പറയുന്നു. കൂടാതെ അടയാളവാക്യവും കൊടുക്കുന്നു. തെക്കേ ദിക്കിലേക്ക് പോയ വാനരപ്പട കാട്ടിലൊരു രാക്ഷസനെ കണ്ടു. അത് രാവണനായിരിക്കും എന്ന് സംശയിച്ച് പിടിച്ചെങ്കിലും അത് രാവണനായിരുന്നില്ല. അവർ സീതയെ അന്വേഷിച്ച് അലഞ്ഞ് ക്ഷീണിതരായി ദാഹിച്ച് വലഞ്ഞ് രാത്രിയായപ്പോൾ ഒരു വലിയ ഗുഹയുടെ മുന്നിലെത്തി. അവിടെ ധാരാളം മരങ്ങളും വള്ളികളുമെല്ലാം ഉണ്ടായിരുന്നു. ആ ഗുഹയിൽ വെള്ളമുണ്ടാകുമോ എന്ന് സംശയിച്ച് നിൽക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് പക്ഷികൾ പറന്നു പോകുന്നു. അതിൻ്റെ ചിറകുകളിൽ വെള്ളം പറ്റിയിരുന്നു. അവർ ആ ഗുഹയിൽ കയറി നോക്കാൻ നിശ്ചയിക്കുന്നു. ഞാൻ ആദ്യം ഇറങ്ങാമെന്ന് ഹനുമാൻ സ്വാമി പറയുന്നു. അദ്ദേഹം ആദ്യം ഇറങ്ങി. പിറകെ മറ്റു വാനരന്മാരും കയറി. അവിടം മുഴുവൻ സ്വർണ്ണവർണ്ണമായിരുന്നു. ആ വിശാലമായ ഗുഹയിൽ ധാരാളം ഫലവൃക്ഷങ്ങളും അരുവികളും ഉണ്ടായിരുന്നു. അവിടെ ഒരു യോഗിനി ജടാവൽക്കലധാരിയായി മരവുരി ഉടുത്ത് ധ്യാനത്തിലിരിക്കുന്നു. ആ യോഗിനി പതുക്കെ കണ്ണുകൾ തുറന്നപ്പോൾ അവരുടെ മുന്നിൽ ധാരാളം വാനരന്മാർ നിൽക്കുന്നു. യോഗിനി ചോദിച്ചു, നിങ്ങൾ ആരാണ്? എങ്ങനെ ഇവിടെ എത്തി? ഹനുമാൻ പറഞ്ഞു, ഞങ്ങൾ കിഷ്കിന്ധയിൽ നിന്നും വരുന്നു. കിഷ്കിന്ധയിലെ രാജാവ് സുഗ്രീവൻ്റെ മന്ത്രിമാരും പടയാളികളുമാണ് ഞങ്ങൾ.
അയോധ്യാപതിയായ ശ്രീരാമൻ വനവാസത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയെ ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ സീതാദേവിയെ അന്വേഷിച്ചിറങ്ങിയതാണ്. ഞങ്ങൾക്ക് ദാഹിക്കുകയും വിശക്കുകയും ചെയ്തപ്പോൾ വെള്ളം അന്വേഷിച്ച് വന്നതാണിവിടെ. ആ താപസിനി പറഞ്ഞു, ഇവിടെ ജലവും പഴങ്ങളുമെല്ലാം ഉണ്ട്. നിങ്ങൾ ആവശ്യത്തിനെടുത്ത് കഴിച്ച് വിശപ്പടക്കൂ. അവർ വിശപ്പൊക്കെ മാറ്റി വന്നപ്പോൾ ആ തപസ്സിനി അവരെ സ്വയം പരിചയപ്പെടുത്തി. വിശ്വകർമാവിൻ്റെ പുത്രിയും നർത്തകിയുമായ ഹേമയ്ക്ക് ശിവഭഗവാൻ നൽകിയതാണ് ഈ പ്രദേശം. ഇത് മയൻ നിർമ്മിച്ചതാണെന്നും പറയുന്നു. ഹേമയുടെ സഖിയാണ് ഞാൻ. എൻ്റെ പേര് സ്വയംപ്രഭ. ഹേമ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഇതെന്നെ ഏൽപ്പിച്ചു. വിഷ്ണുഭക്തയായ എന്നോട് ഹേമ പറഞ്ഞിരുന്നു, നീ ഇവിടെ ഇരുന്ന് മഹാവിഷ്ണുവിനെ തപസ് അനുഷ്ഠിക്കൂ. ഇവിടെ നിന്നെ ആരും ഉപദ്രവിക്കാൻ വരില്ല. ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമദേവനായി അവതരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യാനുസരണം സീതാന്വേഷണത്തിനായി വാനരപ്പട ഇവിടെ എത്തും. അപ്പോൾ തപസ് മതിയാക്കി ശ്രീരാമ സന്നിധിയിലേക്ക് പോകണം. ഇപ്പോൾ എൻ്റെ തപസ് അവസാനിപ്പിക്കാൻ സമയമായി. അവിടെ നിന്നും തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന വാനരപ്പടയ്ക്ക് ആ ഗുഹയിൽ നിന്നും പുറത്തു പോകാനുള്ള വഴി കണ്ടുപിടിക്കാനാവുന്നില്ല. സ്വയംപ്രഭ പറയുന്നു, നിങ്ങൾ കണ്ണടച്ചു പിടിച്ച് തുറന്നാൽ മതി. അവർ കണ്ണുകൾ അടച്ചു പിടിച്ച് പിന്നെ തുറന്നപ്പോൾ ഗുഹയ്ക്ക് വെളിയിലെത്തി. അവിടുന്ന് അവർ ശ്രീരാമസന്നിധിയിലേക്ക് യാത്രയാകുന്നു. സ്വയംപ്രഭയും വാനരന്മാരും ശ്രീരാമസന്നിധിയിലേക്ക് എത്തുന്നു. അവൾ ശ്രീരാമനെ സ്തുതിക്കുന്നു. എൻ്റെ തപസ് സഫലമായിരിക്കുന്നു. അങ്ങയെ എനിക്ക് ദർശിക്കാൻ സാധിച്ചു. അങ്ങ് എല്ലാ ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും വസിക്കുന്ന ആളാണ്. മായായവനികയിൽ മറഞ്ഞിരിക്കുന്നതിനാൽ അജ്ഞർക്ക് അങ്ങയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങ് വിജ്ഞാനമൂർത്തിയാണ്. തമോ ഗുണമുള്ളവർക്ക് അങ്ങയെ കാണാൻ സാധിക്കില്ല. അങ്ങെൻ്റെ ഹൃദയത്തിൽ വസിക്കണം. എനിക്ക് മറ്റൊരാഗ്രഹവുമില്ല. അങ്ങയുടെ തൃപ്പാദ ദർശനം കിട്ടണം. എനിക്ക് മോക്ഷം വേണം. അഹങ്കാരികൾ ഒരിക്കലും രാമനാമം ജപിക്കില്ല. എനിക്ക് എൻ്റെ ജീവിതാവസാനം വരെ രാമനാമം ജപിക്കണം. പരമാത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ദേവനായും മനുഷ്യനായും ജന്തുക്കളായും അത് ജന്മമെടുക്കും. പരമാത്മാവിൻ്റെ അംശം ജീവികളിലേക്ക് വന്ന് അത് പല കർമ്മങ്ങൾ നിർവഹിക്കുന്നു. കോസല രാജാവിൻ്റെ തപസ്സിൻ്റെ ഫലമായാണ് അങ്ങ് അവതരിച്ചതെന്ന് ചിലർ പറയുന്നു. കൗസല്യാദേവിയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് അങ്ങ് അവതരിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. സീതാദേവിയുടെ ഭാഗ്യസിദ്ധിക്കായാണ് അങ്ങ് അവതരിച്ചതെന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നു, ബ്രഹ്മാദി ദേവകളുടെ അപേക്ഷ പ്രകാരമാണ് അങ്ങ് അവതരിച്ചതെന്ന്. ഭൂമിദേവിയുടെ ഭാരമില്ലാതാക്കാനാണ് അങ്ങ് അവതരിച്ചതെന്നും പറയുന്നു. അധർമ്മം അവസാനിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് അങ്ങ് അവതരിച്ചതെന്ന് ചിലർ പറയുന്നു. ഇങ്ങനെ പലരും പലതും പറയുന്നു. ഇതിലാരാണ് അങ്ങെന്ന് എനിക്കറിയില്ലെങ്കിലും അങ്ങയെ ആത്മാർത്ഥമായി ഭജിച്ചാൽ മോക്ഷം കിട്ടും എന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. ശ്രീരാമദേവൻ സ്വയംപ്രഭയോട് ചോദിക്കുന്നു, എന്താണ് അങ്ങയുടെ ആഗ്രഹം? സ്വയംപ്രഭ പറയുന്നു, എനിക്ക് അങ്ങയുടെ പാദപത്മങ്ങളിൽ നമസ്കരിക്കണം. അങ്ങയുടെ ഭക്തരുമായി സമ്പർക്കമുണ്ടാവണം. രാമ രാമ എന്ന് എന്നും ജപിക്കാനാവണം. അങ്ങെന്നും എൻ്റെ മനസ്സിലുണ്ടാവണം. ദുർജന സമ്പർക്കമുണ്ടാകരുത്. ശ്രീരാമദേവൻ പറയുന്നു, നീ ബദരി ആശ്രമത്തിലേക്ക് പോവുക. അവിടെ രാമനാമം ജപിച്ചു കഴിയുക. അവിടുന്ന് നീ നാരായണപദം പ്രാപിക്കും. നിനക്ക് മോക്ഷം ലഭിക്കും. സ്വയംപ്രഭ ബദ്രി ആശ്രമത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ അംഗദാദികൾക്ക് സംശയമാകുന്നു. ഗുഹയിൽ പോയതു മുതൽ പകലും രാത്രിയും ഒന്നും അറിയാൻ സാധിച്ചില്ല. അവിടെ എത്ര ദിവസം കഴിഞ്ഞു എന്നതിന് കണക്കില്ല. അംഗദൻ പറയുന്നു, ഇപ്പോൾ എത്ര ദിവസമായെന്നറിയില്ല. 1 മാസത്തിനുള്ളിൽ സീതാദേവി എവിടെയുണ്ടെന്ന് കണ്ടെത്തണമെന്നതാണ് സുഗ്രീവാജ്ഞ. അത് നിർവഹിക്കാത്തവർക്ക് മരണശിക്ഷയാണ് കൽപ്പിച്ചത്. ഞാനാണെങ്കിൽ സുഗ്രീവൻ്റെ ശത്രു ബാലിയുടെ മകനാണ്. അതുകൊണ്ട് എന്നെ തീർച്ചയായും കൊല്ലും. ശ്രീരാമദേവനാണ് എന്നെ രക്ഷിച്ചത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് എന്നെ വെറുതെ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ സീതാദേവിയെ കണ്ടെത്താനാവാത്തത് കൊണ്ട് ശ്രീരാമദേവനും എന്നോട് ഇഷ്ടക്കുറവാകും. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ ഇനി എങ്ങോട്ടുമില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിക്കുകയാണ്. നിങ്ങൾ പൊയ്ക്കൊള്ളൂ എന്ന് അംഗദൻ പറയുന്നു. ഇത് കേട്ട് മറ്റു വാനരന്മാർ അംഗദനോട് പറയുന്നു, നീ വിഷമിക്കേണ്ട, ഞങ്ങൾ നിൻ്റെ ഒപ്പമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. സ്വയംപ്രഭയുടെ ഗുഹയിൽ പോയി വസിക്കാം. അവിടെ ഭക്ഷണവും വെള്ളവും എല്ലാം ഉണ്ട്. അവിടെ ആരും നമ്മളെ കണ്ടുപിടിക്കില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് ഹനുമാൻ സ്വാമി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അംഗദനോട് പറയുന്നു, നിൻ്റെ ഈ ചീത്ത വിചാരം മാറ്റണം. അത് അപകടമാണ്. നീ ശ്രീരാമദേവന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. നിന്റെ സാമർത്ഥ്യം ശ്രീരാമദേവൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ലക്ഷ്മണനോടുള്ളതിനേക്കാൾ സുഗ്രീവനോടുള്ളതിനേക്കാൾ ശ്രീരാമദേവന് നിന്നോടാണ് സ്നേഹം. ഇത്തരം ചിന്തകൾ ഒഴിവാക്കുക. സുഗ്രീവന് നിന്നോട് യാതൊരു വൈരാഗ്യവുമില്ല. എനിക്കത് നന്നായി അറിയാം.
അതുകൊണ്ട് നീ ദുഃഖിക്കരുത്. എനിക്ക് നിന്നോട് വാത്സല്യമാണ്. കുറേ അറിവില്ലാത്തവർ നിന്നെ പറഞ്ഞ് പിന്തിരിയിപ്പിക്കും. നിനക്ക് തോന്നുന്നുണ്ടോ ആ ഗുഹയിൽ പോയി താമസിച്ചാൽ രാമബാണം അങ്ങോട്ട് വരില്ലെന്ന്? വഴി തെറ്റിക്കുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ ആപത്തിലേക്ക് നയിക്കും. അത് നീ ശ്രദ്ധിക്കരുത്. സജ്ജനങ്ങളുമായുള്ള സമ്പർക്കമാണ് വേണ്ടത്. ദുർജനങ്ങളെ അകറ്റി നിർത്തണം. ശ്രീരാമദേവൻ പരമാത്മാവാണ്. സീതാദേവി മഹാലക്ഷ്മിയും ലക്ഷ്മണൻ അനന്തപത്മനാഭനുമാണ്. നമ്മൾ ദേവാംശമുള്ളവരാണ്. അതുകൊണ്ടാണ് നമുക്കവരെ ദർശിക്കാനായത്. രാക്ഷസ നിഗ്രഹത്തിനും ധർമ്മ സംസ്ഥാപനത്തിനുമായാണ് ശ്രീരാമദേവൻ വന്നിരിക്കുന്നത്. അതിനാൽ നാം എല്ലാവരും ഒത്തൊരുമിക്കണം. ഇത് പറഞ്ഞ് ഹനുമാൻ അംഗദനെ ആശ്വസിപ്പിക്കുന്നു. വാനരന്മാർ വീണ്ടും സീതാന്വേഷണത്തിനിറങ്ങുന്നു. അവർ വിന്ധ്യപർവ്വതത്തിനടുത്തെത്തി. അവിടെ ദക്ഷിണ സമുദ്രത്തിനടുത്തേക്കും എത്തി. ഭാരതത്തിൻ്റെ തെക്കേ മുനമ്പിലെ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ അടിവാരത്തിലൂടെ നടന്ന് സമുദ്രതീരത്തെത്തി. സമുദ്രത്തിലെ വലിയ തിരകളും ആഴവും കണ്ട് അവർ പേടിച്ചു. ഇനി എങ്ങോട്ട് പോകും? നമ്മുടെ അന്വേഷണം ഇവിടെ തീർന്നു. 1 മാസവും തീർന്നു. ഇനി നമുക്ക് വേറെ വഴിയില്ല. നമുക്കിവിടെ ഉപവാസമിരുന്ന് മരിക്കാം. അവർ അവിടെ ദർഭപ്പുല്ല് വിരിച്ച് അതിൽ കിടക്കുന്ന നേരം മഹേന്ദ്ര പർവ്വതത്തിനടുത്തുള്ള ഒരു ഗുഹയിൽ നിന്നും ഒരു വലിയ കഴുകൻ പുറത്തു വരുന്നു. അതിൻ്റെ പേര് സമ്പാദി എന്നാണ്. ചിറകുകൾ കരിഞ്ഞുപോയി അവശനിലയിലുള്ള ആ ഭീകര പക്ഷി സന്തോഷത്തോടെ പറയുന്നു, എനിക്ക് കുറേ ദിവസത്തേക്കുള്ള ആഹാരം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ കഴുകനെ കണ്ട് വാനരന്മാർ പറയുന്നു, ഇത് നമ്മുടെ കർമ്മദോഷം തന്നെ. നമ്മൾ രാമകാര്യത്തിനായാണ് വന്നത്. അത് നടന്നില്ല. സുഗ്രീവാജ്ഞ നിറവേറ്റാനായില്ല. സുഗ്രീവൻ നല്ലവനാണ്. ശ്രീരാമദേവൻ ദുഃഖിതനാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ നമുക്ക് സാധിച്ചില്ല. ജടായു ഭാഗ്യവാനാണ്. അദ്ദേഹത്തിന് ശ്രീരാമദേവൻ്റെ മടിയിൽ കിടന്ന് മരിക്കാൻ സാധിച്ചു. രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അവനെ എതിരിടാനും ജടായുവിന് സാധിച്ചു. ജടായു അനുഗ്രഹീതനാണ്. ഇത് കേട്ട് സമ്പാദിക്ക് വലിയ സന്തോഷമായി. ജടായു സമ്പാദിയുടെ അനിയനാണ്. സമ്പാദി ചോദിച്ചു, നിങ്ങളൊക്കെ ആരാണ്? ആരും പേടിക്കേണ്ട, ഇങ്ങോട്ട് വരൂ. അംഗദൻ ധൈര്യമായി മുന്നോട്ട് വന്ന് പറയുന്നു, സൂര്യവംശജാതനായ ശ്രീരാമദേവൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് പത്നി സീതാദേവിയോടും അനുജൻ ലക്ഷ്മണനോടും കൂടി വനവാസത്തിനായി എത്തി. കാട്ടിൽ നിന്നും സീതാദേവിയെ ഏതോ രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയി. അത് രാവണനാണെന്ന് പറയപ്പെടുന്നു. സീതാദേവിയെയും കൊണ്ട് വിമാനത്തിൽ പോകുമ്പോൾ ജടായു തടയാൻ ശ്രമിച്ചു. അപ്പോൾ രാവണൻ ജടായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞ് സീതാദേവിയെയും കൊണ്ടുപോയി. താഴെ വീണ ജടായു സീതാദേവിയുടെ ആഗ്രഹപ്രകാരം യഥാർത്ഥ വിവരം ശ്രീരാമദേവനെ ധരിപ്പിച്ചതിന് ശേഷം മാത്രം ഇഹലോകവാസം വെടിഞ്ഞു. പിന്നീട് ശ്രീരാമദേവൻ സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കി. അദ്ദേഹം ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ രാജാവാക്കി. ഇപ്പോൾ സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ സീതാന്വേഷണത്തിന് വന്നതാണ്. കാട് മുഴുവൻ അലഞ്ഞു. പക്ഷേ സീതാദേവിയെ എനിക്ക് നടക്കാൻ സാധിക്കില്ല. നിങ്ങളെല്ലാവരും കൂടി എന്നെ സമുദ്രതീരത്തെത്തിക്കണം. എനിക്ക് അവിടെ വെച്ച് ഉദകക്രിയ ചെയ്യണം. മുമ്പത്തെ പോലെ ശക്തിയുണ്ടായിരുന്നെങ്കിൽ സമുദ്രമധ്യത്തിലെ ത്രികുടപർവ്വതം ഞാൻ എടുത്തുകൊണ്ടുവരുമായിരുന്നു. വാനരന്മാരുടെ സഹായത്തോടെ സമ്പാദി അനുജൻ ജടായുവിന് വേണ്ടി ഉദകക്രിയകളൊക്കെ ചെയ്തു. എനിക്കിവിടെ നിന്നാൽ കാണാം സമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള ത്രികുടാചലം എന്ന പർവ്വതം. അതിലാണ് ലങ്കാനഗരം. അവിടെയാണ് സീതാദേവിയുള്ളത്. ഇത് ഇവിടെ നിന്നും 100 യോജന അകലെയാണ്. നിങ്ങൾക്ക് എൻ്റെ അത്രയും ഉയരമില്ലാത്തത് കൊണ്ട് അത് കാണാനാവില്ല. നിങ്ങൾ അങ്ങോട്ടേക്കെത്തണം. നിങ്ങൾക്കതിന് സാധിക്കും. അതിനെക്കുറിച്ചോർത്ത് പേടിക്കേണ്ട. എൻ്റെ സഹോദരനെ കൊന്ന രാവണനെ കൊല്ലണം. എന്നിട്ട് സമ്പാദി തൻ്റെ പൂർവ്വകഥ പറയുന്നു. സമ്പാദിയും ജടായുവും അതിശക്തരാണ്. അവർക്ക് ഉയർന്നു പറന്ന് ദൂരെ ചെല്ലാനാവും. ഒരിക്കൽ 2 പേരും മത്സരിക്കുന്നു. 2 പേരും മത്സരിച്ച് പറന്ന് സൂര്യമണ്ഡലത്തിലേക്കെത്തി. അനിയൻ്റെ ചിറകുകൾ കരിഞ്ഞു പോകാതിരിക്കാൻ സമ്പാദി തൻ്റെ ചിറകുകൾ വിരിച്ച് ജടായുവിൻ്റെ മുകളിൽ സംരക്ഷണമേകി. അപ്പോൾ സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞുപോയി. ഞങ്ങൾ 2 പേരും താഴേക്ക് വീണു. ഞാൻ വീണത് ഇവിടെയാണ്. ജടായു എവിടെ വീണു എന്നെനിക്കറിയില്ല. പിന്നീട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. എൻ്റെ ചിറകുകൾ കരിഞ്ഞുപോയി. ഞാനൊരു അന്ധനുമായി തീർന്നു. ഇവിടുന്ന് എങ്ങും പോകാൻ എനിക്ക് സാധിച്ചില്ല. 3 ദിവസം വീണടുത്ത് തന്നെ കിടന്നു. ഏത് സ്ഥലമാണ്, ഏത് ദിക്കാണ് എന്ന് പോലും മനസ്സിലായില്ല. ഞാൻ ആകെ ദുഃഖിതനായി പോയി. ഇവിടെ നിശാകരൻ എന്നൊരു മുനിയുണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ എല്ലാ ദുഃഖത്തിൻ്റെയും മൂല കാരണം ശരീരമാണ്. നമ്മുടെ ശരീരം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കർമ്മഫലം അനുസരിച്ചാണ്. ശരീരമാണ് ഞാനെന്ന ചിന്തയകറ്റി ഞാൻ ആത്മാവാണെന്ന് ചിന്തിക്കുക. ഞാൻ എന്ന ഭാവം കൊണ്ടാണ് മോഹമുണ്ടാകുന്നത്. അജ്ഞാനമാണ് അതിൻ്റെ കാരണം.
ചുട്ടുപഴുത്ത ഇരുമ്പിൽ എങ്ങനെയാണ് അഗ്നിയും ഇരുമ്പും തമ്മിൽ കൂടിയിരിക്കുന്നത്, അതുപോലെയാണ് ആത്മാവിനോട് അഹംഭാവം കൂടിയിരിക്കുന്നത്. ആത്മാവും ശരീരവും ചേർന്നിരിക്കുന്നതിനാൽ ശരീരത്തിന് ചേതനയുള്ളതായി തോന്നും. ആത്മാവ് ജനന മരണങ്ങളിലൂടെ കടന്നു പോകും. കർമ്മഫലമനുസരിച്ച് ജീവിതം ഉയർന്നും താഴ്ന്നും പോകും. മരിച്ചു കഴിഞ്ഞ് ആത്മാവ് പുണ്യപാപങ്ങൾക്കനുസരിച്ച് സ്വർഗനരകങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അവിടുന്ന് പുനർജനിക്കാറാവുമ്പോൾ ചന്ദ്രമണ്ഡലത്തിലേക്കെത്തും. ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ആത്മാവ് മഞ്ഞുതുള്ളിയായി ഭൂമിയിൽ പതിക്കും. അവിടുന്ന് ധാന്യമായി മാറി പുരുഷ ബീജത്തിലേക്കും പിന്നീട് സ്ത്രീ യോനിയിലേക്കും എത്തുന്നു. സ്ത്രീ യോനിയിലെത്തിയ ബീജം രക്തവുമായി കൂടിക്കലർന്ന് മറുപിള്ളയാൽ ആവരണം ചെയ്യുന്നു. ഒരു ദിവസം കൊണ്ട് കട്ടരൂപത്തിലാകുന്നു. 5 ദിവസം കഴിയുമ്പോൾ കുമിള രൂപത്തിലാകുന്നു. 10 ദിവസത്തിൽ മാംസപേശിയായി മാറുന്നു. 25 ദിവസമാവുമ്പോൾ അത് രക്തം കൊണ്ട് നിറയും. അടുത്ത 25 ദിവസത്തിൽ അവയവങ്ങൾ രൂപപ്പെട്ടു തുടങ്ങും. 3 മാസത്തിൽ അംഗങ്ങളൊക്കെ വരാൻ തുടങ്ങും. 4-ാം മാസം വിരലുകൾ വരും. 5-ാം മാസം പല്ല്, നഖം, മൂക്ക്, കണ്ണ്, ചെവി എന്നിവ ഉണ്ടാവുന്നു. 6-ാം മാസം കർണദ്വാരങ്ങൾ, പൊക്കിൾ എന്നിവ ഉണ്ടാവുന്നു. 8-ാം മാസം ശിരോരോമങ്ങൾ. 9-ാം മാസം കൈകാലുകൾ ചലിപ്പിക്കും. അവിടെ കിടന്ന് കഴിഞ്ഞ ജന്മങ്ങളെയും കർമ്മഫലത്തെയും കുറിച്ച് ആലോചിച്ചു തുടങ്ങും. 1000കണക്കിന് ജന്മങ്ങളെടുത്തെങ്കിലും ഞാൻ അപ്പോഴൊന്നും വിഷ്ണുദേവനെ സ്മരിച്ചില്ല. രാമ രാമ, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചില്ല. ഇനി ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ തീർച്ചയായും സ്മരിക്കും, പുണ്യകർമ്മങ്ങൾ ചെയ്യും എന്നൊക്കെ ആലോചിക്കും. പിന്നെ 10-ാം മാസം പുറത്തേക്ക് വരും. ബാല്യകാല കഷ്ടതകളും യൗവന ദുഃഖങ്ങളും വാർദ്ധക്യ കഷ്ടതകളും എല്ലാം അനുഭവിച്ച് ഇഹലോകവാസം വിടും. ഇത്തരം അറിവുകളൊക്കെ സമ്പാദിക്ക് പറഞ്ഞു കൊടുത്ത നിശാകര മഹർഷി സമ്പാദിയോട് ഒരു കാര്യം കൂടി പറഞ്ഞു. ത്രേതായുഗത്തിൽ ശ്രീരാമദേവൻ അവതരിക്കും. അദ്ദേഹം സീതാന്വേഷണത്തിനായി വരുമ്പോൾ നീ സീതാദേവിയെ കാണിച്ചു കൊടുക്കണം. സമ്പാദി വാനരന്മാർക്ക് ലങ്ക കാണിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് സമ്പാദിക്ക് പുതിയ ചിറകുകൾ മുളയ്ക്കുന്നു. സമ്പാദി വാനരന്മാരോട് പറയുന്നു, നിങ്ങൾ ഇന്ന് തന്നെ സമുദ്രം കടക്കണം, നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞ് സമ്പാദി അവിടുന്ന് പോകുന്നു. വാനരന്മാർ ചിന്തിക്കുന്നു, ഈ മഹാസമുദ്രം എങ്ങനെ കടക്കും? നിറയെ മുതലകളുണ്ട്, വലിയ തിരമാലകൾ, മറുകര കാണാനേ സാധിക്കുന്നില്ല. അംഗദൻ പറയുന്നു, നിങ്ങൾ ശൂരന്മാരാണ്, മുന്നോട്ട് വന്ന് പറയൂ, നിങ്ങളിൽ ആർക്കാണ് രാമൻ്റെ ദുഃഖം ഇല്ലാതാക്കാൻ സാധിക്കുക? സ്വന്തം ബലത്തെക്കുറിച്ച് ആലോചിക്കൂ. ഒരു വാനരൻ മുന്നോട്ട് വന്ന് പറയുന്നു, ഞാൻ 10 യോജന ചാടിയിട്ടുണ്ട്. മറ്റൊരാൾ പറയുന്നു, ഞാൻ 20 യോജന ചാടിയിട്ടുണ്ട്. 50 യോജന ചാടിയവരുണ്ട്, 60 യോജന ചാടിയവരുണ്ട്, 90 യോജന വരെ ചാടിയവരുണ്ട്. എന്നാൽ 100 യോജന ചാടിയവരാരും ഉണ്ടായിരുന്നില്ല. ജാംബവാൻ പറയുന്നു, പണ്ട് മഹാവിഷ്ണു വാമനനായി അവതരിച്ചപ്പോൾ പെരുമ്പറ കൊട്ടിക്കൊണ്ട് ഞാൻ 3 ലോകവും ചുറ്റിയിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു. ഇന്ന് വയസ്സായി. ഇന്ന് എനിക്ക് ശക്തിയില്ല. അംഗദൻ പറയുന്നു, ഞാൻ അങ്ങോട്ട് ചാടാം, എന്നാൽ ഇങ്ങോട്ട് തിരിച്ചു ചാടാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഒന്നും മിണ്ടാതിരുന്ന ഹനുമാനോട് ജാംബവാൻ അങ്ങ് എന്താണിങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അങ്ങേക്കിതിന് സാധിക്കുമെന്ന് എനിക്കറിയാം. അങ്ങ് ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതിയുടെയും പുത്രനാണ്. എന്നാൽ വായുപുത്രനെന്നറിയപ്പെടുന്നു. അങ്ങ് കേസരീനന്ദനെന്നും ആഞ്ജനേയപുത്രനെന്നും അറിയപ്പെടുന്നു. അങ്ങ് വലിയ ബലശാലിയാണ്. ജനിച്ച ഉടനെ തന്നെ സൂര്യനെ ഏതോ പഴമാണെന്ന് വിചാരിച്ച് കഴിക്കാനൊരുങ്ങിയപ്പോൾ ഇന്ദ്രൻ തൻ്റെ ആയുധമെടുത്ത് വീശി ചുണ്ടുമുറിഞ്ഞു. താഴെ വീഴാൻ പോയപ്പോൾ വായുദേവൻ വന്നെടുത്ത് ദേവലോകത്ത് കൊണ്ടുപോയി. എല്ലാ ദേവകളും അങ്ങേ അനുഗ്രഹിച്ചിട്ടുണ്ട്. ജാംബവാൻ പറയുമ്പോഴാണ് ഹനുമാൻ ഇതൊക്കെ ഓർക്കുന്നത്. ജാംബവാൻ പറയുന്നു, സീതാദേവി അന്വേഷിച്ച് ഇത്രയും വാനരന്മാർ പോയിട്ടും സീതാദേവിക്കുള്ള അങ്കുലിയം ശ്രീരാമദേവൻ നിന്റെ കയ്യിലാണ് തന്നത്. നിന്റെ കഴിവിനെപ്പറ്റി അദ്ദേഹത്തിനറിയാം. ഇത് കേട്ട ഹനുമാൻ ചാടി എഴുന്നേറ്റ് സിംഹനാദം മുഴക്കി. ശരീരം മേലേക്ക് വളർന്ന് വളർന്ന് വലുതാകാൻ തുടങ്ങി. ഹനുമാന്റെ സ്വരൂപം കണ്ട വാനരന്മാർ അന്താളിച്ചു. ഹനുമാൻ പറയുന്നു, ഞാൻ ഈ സമുദ്രം ചാടിക്കടക്കും, ലങ്ക ചുട്ടു ഭസ്മമാക്കും, രാവണനെ വംശത്തോടെ നശിപ്പിക്കും, ദേവിയെ ഞാൻ കൊണ്ടുവരും. അല്ലെങ്കിൽ രാവണനെ ഇടത് കൈയിലും വലത് കൈയിൽ ലങ്കയുമായി ശ്രീരാമദേവന്റെ മുന്നിൽ വരും. ജാംബവാൻ പറയുന്നു, നീ ഇതൊന്നും ചെയ്യണ്ട, വേഗം പോയി സീതാദേവിയെ കണ്ടാൽ മാത്രം മതി. രാവണനെ ശ്രീരാമദേവൻ കൈകാര്യം ചെയ്തോളും. നിന്റെ പരാക്രമമൊക്കെ അപ്പോൾ കാണിക്കാം. ഹനുമാൻ ലങ്കയിലേക്ക് എടുത്തു ചാടാൻ തയ്യാറായി ശൗര്യത്തോടെ മഹേന്ദ്ര പർവ്വതത്തിന് മുകളിൽ കയറി നിൽക്കുന്നു.